ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 8ാമത്തെ ഡേയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? കേരള സർവകലാശാല. രക്തദാനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഡോക്ടർ ജോസഫ് ദിട്ടൂരി 2023 ഏത് റെക്കോർഡാണ് സ്ഥാപിച്ചത്? തുടർച്ചയായി കൂടുതൽ ദിവസം വെള്ളത്തിനടിയിൽ. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഡോക്ടർ ജോസഫ് ദിട്ടൂരി 2023 ഏത് റെക്കോർഡാണ് സ്ഥാപിച്ചത്? തുടർച്ചയായി കൂടുതൽ ദിവസം വെള്ളത്തിനടിയിൽ. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ അംഗമായ രാജ്യമേത്? അമേരിക്ക. 2023 ജൂലൈയിൽ യുനെസ്കോയിൽ അംഗമായ രാജ്യമാണ് അമേരിക്ക. പ്രഥമ ജൻജതീയ ഖേൽ മഹോത്സവം നടന്നത് എവിടെ? ഭുവനേശ്വർ. പ്രഥമ ജൻജതീയ ഖേൽ മഹോത്സവം നടന്നത് എവിടെയാണ്? ഭുവനേശ്വർ. 4ാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമേത്? മധ്യപ്രദേശ്. 4ാമത് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മധ്യപ്രദേശ്. 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അരുന്ധതി റോയ്. 45ാമത് യൂറോപ്യൻ എസ്സേ പ്രൈസ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ അഥവാ എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ്. ആൻറ്റി കമ്മ്യൂണൽ വിങ് ആരംഭിച്ച പോലീസ് സേന ഏത് സംസ്ഥാനത്താണ്? ആൻറ്റി കമ്മ്യൂണൽ വിങ് ആരംഭിച്ച പോലീസ് സേന ഏത് സംസ്ഥാനത്താണ്? കർണാടകമാണ്. കർണാടകം. ഏത് കായിക ഇനത്തിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് CA ഭവാനി ദേവി? ഫെൻസിംഗ്. ഏത് കായിക ഇനത്തിലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് CA ഭവാനി ദേവി? ഏതാണ്? ഫെൻസിംഗ് ആണ്. ഭവാനി ദേവി ഏത് കായിക ഇനമാണ്? ഫെൻസിംഗ്. ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നതെവിടെ? ദുബായ്. ഇന്ത്യയിലെ പ്രഥമ വനിതാ കബഡി ലീഗ് നടന്നത് എവിടെയാണ്? ദുബായ്. ജയിലുകളെ സുധാർ ഗൃഹ് എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ജയിലുകളെ സുധാർ ഗൃഹ് എന്ന് പുനർനാമകരണം ചെയ്തത് ഉത്തർപ്രദേശിലാണ്. 62ാമത് നാഷണൽ ഇൻ്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയതാര്? തമിഴ്നാട്. 62ാമത് നാഷണൽ ഇൻ്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയതാരാണ്? തമിഴ്നാട്. ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കാൻ പോകും വഴി അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് അന്തർവാഹിനിയാണ് ടൈറ്റൻ. ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കാൻ പോകും വഴി അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് അന്തർവാഹിനിയാണ് ടൈറ്റൻ. 32 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത നാവിക കപ്പലായ INS കിർപ്പാനെ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ കൈമാറിയത്? വിയറ്റ്നാം. 32 വർഷത്തെ സേവനത്തിന് ശേഷം ഡീകമ്മീഷൻ ചെയ്ത നാവിക കപ്പലായ INS കിർപ്പാനെ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ കൈമാറിയത്? വിയറ്റ്നാം. 2023 നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് എവിടെ? ഭോപ്പാൽ. 2023 നാഷണൽ യോഗ ഒളിമ്പ്യാഡ് നടന്നത് എവിടെയാണ്? ഭോപ്പാൽ. COVID-19 ഏക വകഭേദത്തിനെതിരായ വാക്സിനാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ജെംകോവാക് OM? ഒമിക്രോൺ. COVID-19 ഏത് വകഭേദത്തിനെതിരായ വാക്സിനാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ജെംകോവാക് OM? ഏതിനെതിരെയാണ്? ഒമിക്രോൺ. ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യമേത്? ഐസ്ലാൻഡ്. ലോക സാമ്പത്തിക ഫോറം പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ലിംഗസമത്വം കൂടിയ രാജ്യമാണ് ഐസ്ലാൻഡ്. 2023 നടന്ന വിമൻസ് T20 എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിലെ ജേതാക്കൾ ആര്? ഇന്ത്യ. 2023 നടന്ന വിമൻസ് 2020 എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പിലെ ജേതാക്കളാണ് ഇന്ത്യ. 2023 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹമായ കൃതി ഏത്?
പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. 2023 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹമായ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത കൊണ്ടകൽ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ റെയിൽ കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത കൊണ്ടകൽ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? തെലങ്കാന. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് അപൂർവ നേട്ടത്തിനാണ് ഉടമയായത്? അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത യോഗത്തെ 2 തവണ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് അപൂർവ നേട്ടത്തിനാണ് ഉടമയായത്? അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത യോഗത്തെ 2 തവണ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ? 1. സ്റ്റേറ്റ് ഡേറ്റാ സെൻ്ററുകൾ. 2. സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 3. പൊതുസേവന കേന്ദ്രങ്ങൾ. എന്താണ് ചോദ്യം? ഈ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? സ്റ്റേറ്റ് ഡേറ്റാ സെൻ്ററുകൾ, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, പൊതുസേവന കേന്ദ്രങ്ങൾ. സാധാരണക്കാരായ പൗരന്മാരിൽ ഈ സാക്ഷരത അഥവാ കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏതിൻ്റെ ഉദ്ദേശമാണ്? അക്ഷയ സെൻ്ററുകളുടെ. സാധാരണക്കാരായ പൗരന്മാരിൽ ഈ സാക്ഷരത അഥവാ കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏതിൻ്റെ ഉദ്ദേശ്യമാണ്? അക്ഷയ സെൻ്ററുകളുടെ. ഇനി ശരിയായ പ്രസ്താവനകളാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ഓഗസ്റ്റ് 23-നാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ഓഗസ്റ്റ് 23-നാണ്. പദ്ധതി നിയമം ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചത് 2005 സെപ്റ്റംബർ 7-നാണ്. പദ്ധതി നിയമം ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചത് 2005 സെപ്റ്റംബർ 7-നാണ്. 2009 ഒക്ടോബർ 2-ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തു. 2009 ഒക്ടോബർ 2-ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ തൊഴിലുറപ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് 2005 ഓഗസ്റ്റ് 23-ന് പാസ്സാക്കി. 2005 ഓഗസ്റ്റ് 23-ന് പാസ്സാക്കി. പദ്ധതി നിയമം ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ്? 2005 സെപ്റ്റംബർ 7. 2005 സെപ്റ്റംബർ 7. 2009 ഒക്ടോബർ 2-ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തു. കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെ? സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര? 5 വർഷം അഥവാ 65 വയസ്സ് പൂർത്തിയാവും വരെ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? 5 വർഷം അഥവാ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. കേരളത്തിൽ നടന്ന ഏത് സത്യാഗ്രഹ സമരത്തിൻ്റെ 100-ാം ദിവസത്തെ ജാഥ നയിച്ചപ്പോഴാണ് AG വേലായുധൻ പോലീസ് ലാത്തിചാർജിൽ മരണമടഞ്ഞത്? പാലിയം സത്യാഗ്രഹം. കേരളത്തിൽ നടന്ന ഏത് സത്യാഗ്രഹ സമരത്തിൻ്റെ 100-ാം ദിവസത്തെ ജാഥ നയിച്ചപ്പോഴാണ് AG വേലായുധൻ പോലീസ് ലാത്തിചാർജിൽ മരണമടഞ്ഞത്? പാലിയം സത്യാഗ്രഹം. കോഴിക്കോട് ടൗൺ ഹാൾ സംഭവത്തിന് നേതൃത്വം നൽകിയതാര്? KP കേശവമേനോൻ. കോഴിക്കോട് ടൗൺ ഹാൾ സംഭവത്തിന് നേതൃത്വം നൽകിയതാര്? KP കേശവമേനോൻ. കോൺഗ്രസ് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഏത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. കോൺഗ്രസ് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1892-ൽ ബ്രിട്ടനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി ഫിൻസ്ബറി സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാര്? ദാദാഭായ് നവറോജി. 1892-ൽ ബ്രിട്ടനിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി ഫിൻസ്ബറി സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ഇനി 2-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളേവ? 1. ആഷസ് ആൻഡ് ഡയമണ്ട്സ്.
2. ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ്. 3. ഹിരോഷിമ മോൺ അമോർ. 4. ഷിൻലേസ് ലിസ്റ്റ്. ഏതൊക്കെയാണ്? ആഷസ് ആൻഡ് ഡയമണ്ട്സ്, ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ്, ഹിരോഷിമ മോൺ അമോർ, ഷിൻലേസ് ലിസ്റ്റ്. എന്താണ് ഇതൊക്കെ? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഏത് തലമുറയിലെ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷതയാണ്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഏത് തലമുറയിലെ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷതയാണ്? 3-ാം തലമുറ. ഇനി വിവിധ രാജ്യങ്ങളിലും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏത്? വാൻ. വിവിധ രാജ്യങ്ങളിലും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വാൻ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395 അനുച്ഛേദങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്, ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് നടന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതി തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സർക്കാരിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായി വരുന്നത് ആരൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദം. ഇന്ത്യയിൽ സർക്കാരിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായി വരുന്നത് ആരൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി പാർലമെൻ്റ് അംഗം അല്ലാതിരുന്നിട്ടും പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമായത് ആര്? രാഷ്ട്രപതി. പാർലമെൻറ്റ് അംഗം അല്ലാതിരുന്നിട്ടും പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയത് ആരാണ്? രാഷ്ട്രപതി. ഏത് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളാണ് പൈങ്കുനി, അൽപ്പശി എന്നിവ? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളാണ് പൈങ്കുനി, അൽപ്പശി എന്നിവ? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 1961 ആരുടെ നേതൃത്വത്തിലെ മന്ത്രിസഭയാണ് ഓണത്തെ കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത്? പട്ടം താണുപിള്ള. 1961 പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലെ മന്ത്രിസഭയാണ് ഓണത്തെ കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത്. സംസ്കൃത ഗ്രന്ഥമായ മാതംഗലീലയുടെ പ്രതിപാദ്യമെന്ത്? ഗജചികിത്സാക്രമങ്ങൾ. സംസ്കൃത ഗ്രന്ഥമായ മാതംഗലീലയുടെ പ്രതിപാദ്യമാണ് ഗജചികിത്സാക്രമങ്ങൾ. പ്രസിദ്ധമായ കല്ലിൽ ഗുഹാക്ഷേത്രം എവിടെയാണ്? പെരുമ്പാവൂർ. പ്രസിദ്ധമായ കല്ലിൽ ഗുഹാക്ഷേത്രം എവിടെയാണ്? പെരുമ്പാവൂർ. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യത്തെ വ്യക്തിഗത മെഡൽ നേടിയതാര്? KD യാദവ്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യത്തെ വ്യക്തിഗത മെഡൽ നേടിയതാരാണ്? KD യാദവ്. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ ഏത് ഘടകത്തിൽ ഉൾപ്പെടുന്നു? മൂലധനം എന്ന വിഭാഗത്തിലാണ്. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ ഏത് ഘടകത്തിൽ ഉൾപ്പെടുന്നു? മൂലധനം. ഇനി സമ്പദ് വ്യവസ്ഥയുടെ ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം? വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണം. അപ്പോൾ വ്യവസായം, വൈദ്യുതി ഉൽപാദനം, കെട്ടിട നിർമ്മാണമൊക്കെ ഏതിൽ വരുന്നതാണ്? ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയം.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന പദ്ധതി ഏത്? അന്ത്യോദയ അന്ന യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഇന്ത്യയിലെ ഏത് അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത്? ഭക്രാനങ്കൽ. അപ്പോൾ ഭക്രാനങ്കലിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചു. ഇന്ത്യയിൽ പുതുക്കിയ ദേശീയ വനനയം നാഷണൽ ഫോറസ്റ്റ് പോളിസി നടപ്പാക്കിയ വർഷമേത്? 1988. ഇന്ത്യയിൽ പുതുക്കിയ ദേശീയ വനനയം നടപ്പാക്കിയ വർഷമാണ് 1988. കാർഷിക വിളകൾക്കൊപ്പം വൃക്ഷത്തൈകളും നടുന്നത് ഏത് വനവൽക്കരണ സംവിധാനത്തിലാണ്? കാർഷിക വനവൽക്കരണം. കാർഷിക വിളകൾക്കൊപ്പം വൃക്ഷത്തൈകളും നടുന്നത് ഏത് വനവൽക്കരണ സംവിധാനത്തിലാണ്? കാർഷിക വനവൽക്കരണം. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യൽ ഏത് പരിസ്ഥിതി സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാന പ്രത്യേകതയായിരുന്നു? ചിപ്കോ പ്രസ്ഥാനം. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യൽ ഏത് പരിസ്ഥിതി സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാന പ്രത്യേകതയായിരുന്നു? ചിപ്കോ പ്രസ്ഥാനം. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹത്തിന് ഉദാഹരണങ്ങളാണ് അഗൾഹസ് കറണ്ട്, മൊസാംബിക് കറണ്ട്, വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവാഹത്തിന് ഉദാഹരണമാണ് അഗൾഹസ് കറണ്ട്, മൊസാംബിക് കറണ്ട്, വെസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്. കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ് കുമരകം, മംഗളവനം, തട്ടേക്കാട്, മുണ്ടേരിക്കടവ്. കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ് കുമരകം, മംഗളവനം, തട്ടേക്കാട്, മുണ്ടേരിക്കടവ്. ഇനി വിവിധ രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ്. ഹാൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? കുഷ്ഠരോഗം. ഹാൻസൺസ് ഡിസീസ് കുഷ്ഠരോഗം. ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനി. ലോക്ക് ജാ ഡിസീസ് ടെറ്റനസ്. ലോക്ക് ജാ ഡിസീസ് ടെറ്റനസ്. അപ്പോൾ ഹാൻസൺസ് ഡിസീസ് കുഷ്ഠരോഗം, ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനി, ലോക്ക് ജാ ഡിസീസ് ടെറ്റനസ്. മന്ദരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെയാണ്? ലസിക വ്യവസ്ഥ. മന്ദരോഗം തകരാറിലാക്കുന്നത് ലസിക വ്യവസ്ഥയെയാണ്. ആഹാരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥയാണ് അനീമിയ. ആഹാരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥയാണ് അനീമിയ. ഇനി വിവിധ രോഗങ്ങളും അവ ബാധിക്കുന്ന ശരീരഭാഗങ്ങളുമാണ്. എക്സിമ. എക്സിമ ബാധിക്കുന്നത് ത്വക്ക്. ജിഞ്ചിവിറ്റിസ് മോണ. ഹെപ്പറ്റൈറ്റിസ് കരൾ. മെനിഞ്ചൈറ്റിസ് മസ്തിഷ്ക സ്തരം. അപ്പോൾ എക്സിമ ബാധിക്കുന്നത് ത്വക്ക്, ജിഞ്ചിവിറ്റീസ് മോണ, ഹെപ്പറ്റൈറ്റിസ് കരൾ, മെനിഞ്ചൈറ്റിസ് മസ്തിഷ്ക സ്തരം. കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന കണ്ണിലെ ഭാഗമേത്? കോർണിയ. കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന കണ്ണിലെ ഭാഗമാണ് കോർണിയ. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി തുടങ്ങിയ വർഷം? 2005. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി തുടങ്ങിയ വർഷം 2005. ഇനി സമ്പർക്ക ബലങ്ങൾക്ക് ഉദാഹരണമാണ് വിസ്കസ് ബലം, പ്രതലബലം, കർഷണബലം. സമ്പർക്ക ബലങ്ങൾക്ക് ഉദാഹരണമാണ് വിസ്കസ് ബലം, പ്രതലബലം, കർഷണബലം. ഇനി ശരിയായ പ്രസ്താവനകളാണ്. ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തു സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തു സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ പരിണത ആകർഷണ ബലം 0 ആയിരിക്കും.
ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ പരിണത ആകർഷണ ബലം 0 ആയിരിക്കും. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തു സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ പരിണത ആകർഷണ ബലം 0 ആയിരിക്കും. ഇനി ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. ഇനി രസതന്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ കണ്ടുപിടുത്തങ്ങളാണ്. എക്സ്റേ ആരാണ് കണ്ടെത്തിയത്? വില്യം റോഞ്ചൻ. എക്സ്റേ കണ്ടെത്തിയത് വില്യം റോഞ്ചൻ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. അപ്പോൾ എക്സ്റേ വില്യം റോഞ്ചൻ, ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഇനി ഐസോടോപ്പുകളെ പറ്റിയുള്ള പ്രസ്താവനകളാണ്. ഒരേ അറ്റോമിക നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ, രാസസ്വഭാവം ഒരുപോലെ. ഐസോടോപ്പുകളുടെ ശരിയായ പ്രസ്താവനകളാണ്: ഒരേ അറ്റോമിക നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ, രാസസ്വഭാവം ഒരുപോലെ. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന സംയുക്തങ്ങളേവ? സഹസംയോജക സംയുക്തങ്ങൾ. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന സംയുക്തങ്ങളാണ് സഹസംയോജക സംയുക്തങ്ങൾ. ഇനി സംസ്ഥാന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് എത്ര തവണയെങ്കിലും യോഗം ചേരണം? 2 തവണ. സംസ്ഥാന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും യോഗം ചേരണം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം കുട്ടി എന്നാൽ എന്താണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളും. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം കുട്ടി എന്നാൽ, അതായത് എത്ര വയസ്സ് ഉള്ളവരെയാണ് നമ്മൾ കുട്ടി എന്ന് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളും. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം കുടുംബ ബന്ധം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? അപ്പോൾ കുടുംബ ബന്ധം എന്നതിൽ ഉൾപ്പെടുന്നതാണ് രക്തബന്ധം, വിവാഹം, വിവാഹ സമാനമായ ബന്ധം. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം കുടുംബ ബന്ധം എന്നതിൽ ഉൾപ്പെടുന്നതാണ് രക്തബന്ധം, വിവാഹം, വിവാഹ സമാനമായ ബന്ധം. ഇനി പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്: ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക, കേസന്വേഷണം, വിചാരണ എന്നിവ ബാലസൗഹാർദ്ദപരമാക്കുക, കുട്ടികളുടെ പുനരധിവാസം ഉറപ്പാക്കുക. പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക, കേസന്വേഷണം, വിചാരണ എന്നിവ ബാലസൗഹാർദ്ദപരമാക്കുക, കുട്ടികളുടെ പുനരധിവാസം ഉറപ്പാക്കുക. വിവരാവകാശ നിയമത്തെ പറ്റിയുള്ള ശരിയായ വസ്തുത ഏതാണ്? അപ്പോൾ ശരിയായ വസ്തുതയാണ് 2005 22-ാം നമ്പർ നിയമം. വിവരാവകാശത്തെ നിയമത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനയാണ് 2005 22-ാം നമ്പർ നിയമം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.